എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശൻ നെവിൻ്റെ മുത്തശ്ശനെയും അതുപോലെ അമ്മയും ഒക്കെ ഉപദേശിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലമാണ്, കുട്ടികൾ ആ രീതിയിലൊക്കെ ചിന്തിക്കും. അവർക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവർ ജീവിക്കട്ടെ, നമ്മളല്ലല്ലോ അതിനകത്ത് ഇടപെടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നെവിൻ്റെ അമ്മേനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ നിൽക്കുന്നു. അവർ പറയുന്നത് വിവാഹം കഴിച്ച് വീട്ടിലോട്ട് വരുന്ന പെൺകുട്ടി ആ വീട്ടിൽ തന്നെ നിൽക്കണം, അല്ലാതെ നെവിനെയും കൊണ്ട് പിന്നെ കുറേ കഴിയുമ്പം വഴക്കുണ്ടാക്കി പുറത്തേക്ക് പോകുന്ന ഒരു സൈസ് ആകരുത്, അങ്ങനെ അടക്കവും ഒതുക്കമുള്ള ഒരു പെൺകുട്ടി വേണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട എല്ലാ ക്വാളിറ്റിയും പത്മയ്ക്കുണ്ട്. പത്മ അതിൽ നിന്ന് ഇതുവരെ മാറാൻ ശ്രമിച്ചിട്ടുമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറയും, ഞാൻ അങ്ങനെ മാറില്ല, എൻ്റെ കാഴ്ചപ്പാട് അതാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന 2 മരുമക്കളിൽ നവ്യ മാത്രമാണ് ഒന്ന് മാറ്റി ചിന്തിക്കുന്നത്, വേറൊരു രീതിയിൽ സഞ്ചരിക്കുന്നത്. അവിടുത്തെ ഗോവിന്ദൻ്റെ മറ്റ് 2 പെൺകുട്ടികളും നല്ല മിടുക്കരാണ് എന്ന് പറയുമ്പം പത്മ പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യം. നന്ദുവിനെ പത്മയ്ക്ക് ഇഷ്ടമല്ല, ആണുങ്ങളുടെ മേൽ കൈവയ്ക്കുന്നവളാണ്, ആണുങ്ങളെ അനുസരിക്കാത്തവളാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയും, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ഇനി അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇറങ്ങി വരുന്നു. പോരുമ്പം നെവിനെയും കാണുന്നുണ്ട്. അന്നേരം നെവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നെവിന് ആകെ സങ്കടം. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതേ സങ്കടം അനുഭവിക്കുന്ന ആളാണ് ഞാനും. എനിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ്, പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാരിപ്പോൾ സമ്മതിക്കുന്നില്ല, അതാണ് പ്രശ്നം എന്ന് പറയുമ്പം നെവിൻ പറയും, അവൻ 2ാം കെട്ടുകാരനായതുകൊണ്ടായിരിക്കുമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, അതൊന്നും ആ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമല്ല, വേറെ പല കാര്യങ്ങളുമാണ് എന്ന് പറയുവാണ്. എന്നിട്ട് നെവിനോട് പറയുന്നുണ്ട്, മോൻ്റെ മനസ്സിൽ അമ്മയുടെ ഇഷ്ടങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉള്ളതെങ്കിൽ മറക്കുന്നതാണ് നല്ലത്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള വീട്ടുകാർ കൂടി അംഗീകരിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടും, അല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ അനിയുടെ കാര്യവും പറയുന്നുണ്ട് കേട്ടോ. ആ വീട്ടുകാരെ വെറുപ്പിച്ച് അല്ലെങ്കിൽ അവരെ എതിർത്തുകൊണ്ട് വിവാഹം കഴിക്കരുത് എന്ന് ഞാൻ അനിയോടും പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർക്ക് ഒരുപാട് സങ്കല്പങ്ങൾ കാണും വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ, അത് നിങ്ങൾ തകർക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് നെവിൻ ആകെ വിഷമിച്ച് അകത്തോട്ട് വരുമ്പോഴും നെവിൻ്റെ അമ്മ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അന്നേരം നെവിൻ പറയുന്നുണ്ട്, ഈ പോക്ക് പോവുകയാണെങ്കിൽ എനിക്ക് വിവാഹം ഉണ്ടാകുകയില്ല എന്ന്. അന്നേരവും നെവിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇവിടെ നിൽക്കണം, പിന്നീട് നിന്നെ കൊണ്ട് മാറി താമസിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെയും നിങ്ങളുടെ കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് എനിക്കിവിടെ ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസുകാരോ വക്കീലോ അങ്ങനെയുള്ള ആരും വേണ്ടെന്ന്. അങ്ങനെയുള്ളവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ആ നന്ദു തന്നെ കണ്ടില്ലേ, പോലീസാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു അടക്കോ ഒതുക്കോ ആ പെൺകുട്ടിക്കുണ്ടോ? ആണുങ്ങളെ കൈവയ്ക്കലല്ലേ ആ പെണ്ണിൻ്റെ മെയിൻ പരിപാടി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക. അന്നേരം അവിടെ നിൽക്കുന്നവരുടെ ആ ഗുമസ്തൻ പറയുന്നുണ്ട്, കണ്ടോ, അപ്പം ആ രീതിയിലുള്ള പെൺകുട്ടികളെ, ആണുങ്ങളെ പോലെ നടക്കുകയും ആണുങ്ങളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയെ വേണ്ടെന്നാണ് മോൻ്റെ അമ്മ പറയുന്നത് എന്ന് പറയുമ്പം, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയും, ഇവിടെ ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, നിൻ്റെ ഇഷ്ടത്തിനുള്ള പെൺകുട്ടിയെ തന്നെ നിനക്ക് തിരഞ്ഞെടുക്കാം, പക്ഷേ ആ പെൺകുട്ടി ഈ കുടുംബമായിട്ട് യോജിച്ച് പോകുന്നതായിരിക്കണം എന്നൊക്കെ പറയുക. അന്നേരം നെവിൻ പറയുന്നുണ്ട്, മുത്തശ്ശൻ പറയുന്നത് പോലെ അമ്മയെ അനുസരിച്ച് ഒരു വിവാഹം കഴിക്കാനാണെങ്കിൽ ഈ ജന്മം എനിക്കൊരു വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയും. നെവിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ജലജയാണ് കാണിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ നല്ല പ്രഷറിൻ്റെ ഗുളിക കഴിച്ചിട്ടേ ഇരിക്കണം, അമ്മാതിരി ഡയലോഗ് ആട്ടോ. ഏതായാലും ജലജയെ കാണിക്കുന്നുണ്ട്. ജലജ അഭിയനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാട്ടോ. അഭി ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമാണ്. ഏതായാലും ജലജ അഭിയോട് പറയുന്നുണ്ട്, എടാ നീ അങ്ങോട്ട് വരുമ്പം നിന്നെ കാത്ത് അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, നവ്യ, അവളെ മുൻനിർത്തിയാണ് ഞാനിപ്പം കളിക്കുന്നത്. അവളൊരു ബോംബാണ്, അവളുടെ അനിയത്തിമാരുടെ പേര് കേൾക്കുന്നതേ അവളിപ്പോൾ പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് അവളെ മുൻനിർത്തി വേണം കളിക്കാൻ, നീയും അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അവളെ ഞാൻ നല്ല രീതിയിൽ തിളപ്പിച്ച് നിർത്തിക്കോളാം, അമ്മയും അത് നല്ല രീതിയിൽ ചെയ്യണം, എനിക്ക് ഒരുപാട് അവളെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് പറയുക. അന്നേരം അതെന്താ പറ്റത്തില്ലാത്ത, നീ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? നിനക്ക് ആദർശിനെയും നയനെയും ഇപ്പോൾ എന്തോ പേടിയുണ്ടല്ലോ, അവരെന്തെങ്കിലും പറഞ്ഞ് നിന്നെ പേടിപ്പിച്ച് വെച്ചേക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ, അതുകൊണ്ടൊന്നും അല്ലമ്മേ, എനിക്കിപ്പോൾ ആ ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫിൻ്റെ ജോലിയുള്ളൂ, അതുകൂടെ വേണമെങ്കിൽ അവരില്ലാതാകും, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും തിരിച്ചടിക്കണം, നവ്യനെ മുൻനിർത്തി തന്നെ തിരിച്ചടിക്കണം, അവളോട് നമുക്ക് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ അവളെ കൂടെ നിർത്തിയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയുന്നു. അന്നേരം അഭി പറയുന്നുണ്ട്, അമ്മയ്ക്കൊരു മോൾ കൂടെ ഉണ്ട് എന്ന കാര്യം അമ്മ മറന്നു പോകരുത്, അവൾ അയർലൻഡിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവളുടെ വിവാഹമൊക്കെ ഗംഭീരമായിട്ട് നമുക്ക് നടത്തണം, അതിന് അനന്തപുരിക്കാരുടെ സഹായം വേണം, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കണം, അങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോഴും നമ്മളെ പറ്റിച്ചവരുടെ അടിവേര് നമ്മൾ മാന്തണം എന്നൊക്കെ പറയുവാണ്. 2 പേരോട് അതൊക്കെ തീരുമാനിച്ച് വണ്ടി കയറി അങ്ങ് പോകുന്നു.
പോകുന്നു. നേരെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അവർ വീട്ടിൽ വന്നിങ്ങനെ ഇറങ്ങുന്ന കാണുന്നതേ മുകളിൽ നിന്ന് നവ്യ അത് കാണുന്നു. നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു, തുള്ളിച്ചാടി പോരുന്നുണ്ട് താഴോട്ട്. അന്നേരം അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ജലജ അഭിയോട് പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവർ നിന്നെ നല്ല രീതിയിലൊന്നും സ്വീകരിക്കത്തില്ലായിരിക്കും, അത് മനസ്സിൽ വെച്ചേക്കണമെന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അതെനിക്ക് അറിയാം, ഞാനൊരു ജയിൽ പുള്ളിയല്ലേ, എനിക്കിനി ഈ കൊട്ടാരത്തിലേക്ക് കയറാനുള്ള അനുവാദം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതിനേക്കാൾ തെറ്റ് ചെയ്ത് ഒരുത്തനകത്തുണ്ട്, അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട, ആര് പറയുന്നതും നീ ചെവിക്കൊള്ളുകയും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ നിന്നെ സ്നേഹിക്കുന്ന ഒരുത്തി അകത്തുണ്ട്, അവളെ വെച്ച് വേണം നമുക്ക് കളിക്കാൻ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇവരകത്തേക്ക് കയറി വരുവാണ്. അന്നേരം മുത്തശ്ശനും അതുപോലെ മുത്തശ്ശിയും ദേവേനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവരകത്തോട്ട് കയറി വന്നു കഴിയുമ്പോഴേക്കും, എങ്ങനെയുണ്ടടാ ജയിലിലെ ജീവിതമൊക്കെ, കള്ളക്കെടുത്ത് സ്വർണം വിറ്റ് കാശാക്കിയവനല്ലേ നീ എന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ പറയുവാണ്, അതെ, എൻ്റെ മകൻ ജയിലിൽ ക്രിമിനൽസിൻ്റെ കൂടെ കിടന്ന് തളർന്നാണ് ഇങ്ങോട്ട് വന്നത്, ഇനിയും അവൻ്റെ മനസ്സ് ഇടിക്കുന്ന പരിപാടി ഇവിടെ ആരും ചെയ്യരുത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യേണ്ട എന്താവശ്യമായിരുന്നു ഇവനുള്ളത് എന്ന്. അന്നേരം ജലജ പറയും, എന്താവശ്യമാണ് ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല, അവന് വേണ്ടി എന്ത് മെച്ചമുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുവാണ്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അവൻ എന്തിൻ്റെ കുറവായിരുന്നു, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൻ ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നു. അതുപോലെ ദേവയാനും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവന് ഇതുവരെ ഒരു പ്രശ്നവും ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല, ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചത് മാത്രമേ ഉള്ളൂ, പിന്നെ ഇനിയും അതൊക്കെ ആവർത്തിക്കാനാണെങ്കിൽ നിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കയറ്റില്ല, ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം, എൻ്റെ പഴയ സ്വഭാവം വെച്ച് നിന്നെപ്പോലെ ഒരുത്തിനെ ഇതിൻ്റെ അകത്ത് കയറ്റേണ്ടതല്ല, ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തതിന് കാരണം നിനക്കൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട് എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് എന്ന് പറയുക. അന്നേരം ഇത് കേട്ടുകൊണ്ട് അവിടുന്ന് നവ്യ ഇറങ്ങി വരുന്നു. നവ്യ പറയുവാണ്, അങ്ങനെ ഒരു സൗജന്യം മുത്തശ്ശൻ അവന് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല, അവനെ ഇവിടുന്ന് ഇറക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്തു, കൂടെ ഇറങ്ങാൻ ഞാനും കുഞ്ഞും റെഡിയാണ്, ഇതിനേക്കാൾ തെറ്റ് ചെയ്ത ഒരാൾ ഈ വീട്ടിലുണ്ട്, അയാളെ ആരും ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, അയാൾ ഈ കുടുംബത്തിൻ്റെ ചോരയാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും പൊതിഞ്ഞു വെച്ചേക്കുന്നത്, അഭി അങ്ങനെയല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ ഇറങ്ങാൻ ഞാനും തയ്യാറാണ് എന്നൊക്കെ പറയും. അധികം ദേവയാനി ഭയങ്കര സെമ്മൻ്റെ സോഫ്റ്റായിട്ട് പറയുവാണ്, അങ്ങനെയല്ല മോളെ, ഇങ്ങനെയൊന്നും അല്ല, മോളുടെ തെറ്റിദ്ധാരണയാണെന്ന് ഇങ്ങനെ പറയുക. എന്തെങ്കിലും നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് തെറ്റിദ്ധാരണയാണെന്നാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല, അയാൾ ഈ അഭിയേക്കാൾ വലിയ തെറ്റാണ് ചെയ്തത്, അതൊന്നും നിങ്ങളുടെ കണ്ണിൽ പിടിക്കുകയല്ലേ, നിങ്ങളുടെ മകനായതുകൊണ്ടല്ലേ അയാളെ അങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യ കുറേ കാര്യങ്ങളങ്ങ് പറയും. അത് മൊത്തം പറഞ്ഞുകൊണ്ടേ നമുക്ക് ദേഷ്യം വരും. അന്നേരം ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കരുത് എന്ന്. അന്നേരത്തേക്കും ജലജ, അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, അവൾ പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശി കാരണം തീർത്തെണ്ണം കൊടുക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവൾ പറഞ്ഞതെല്ലാം സത്യമാണോ, അങ്ങനെയായിരുന്നു ഈ വീട്ടിൽ നിൻ്റെ ജീവിതം, 3 ആൺമക്കളുടെ താഴെ ഒരു പെങ്കൊച്ച് എന്ന രീതിയിൽ നിന്നെ ലാളിച്ച് സ്നേഹിച്ചല്ലേ വളർത്തിയത്, എന്നിട്ട് നീ തലതിരിഞ്ഞു പോയി, നിൻ്റെ മക്കളെ അതുപോലെ തന്നെ നീ വളർത്തി, എന്നിട്ട് നീ ന്യായം പറയുന്നു, പറയടി അവൾ പറഞ്ഞതെല്ലാം നേരാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ മുഖത്ത് കയ്യും വെച്ചിങ്ങനെ നിൽക്കുവാണേ. അന്തേക്കും അഭി പറയുക, അതെ, ഞാൻ ജയിലിൽ പോയി കുറേ ക്രിമിനലുകളുടെ കൂടെ താമസിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് ആരോടും തർക്കിക്കാനൊന്നും ഇല്ല എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, നീ ക്രിമിനൽ അല്ലേ എന്ന്. അന്നേരം അതിനുള്ള മറുപടി പറയാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നവ്യേ വാ എന്ന് പറഞ്ഞിട്ട് കയറി പോവാണ്. അവൻ്റെ മട്ടും ഭാവം കണ്ടാൽ തോന്നും മുത്തശ്ശനാണ് ജയിലിൽ പോയിട്ട് വന്നതെന്ന്. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് അനന്തപുരിയിലെ മുത്തശ്ശൻ അങ്ങ് ഒതുങ്ങുവാണ് നവ്യയ്ക്ക് വേണ്ടി. ഏതായാലും അവർ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ദേ വരുന്നു അടുത്ത നന്മ മരം, നമ്മുടെ നയനയും ആദർശം. അന്നേരം ഇവരെ കാണുന്നത് ആദർശം ചോദിക്കാൻ, നിനക്ക് ജാമ്യമൊക്കെ കിട്ടിയോടാന്ന്. അന്നേരം കിട്ടിയില്ലെങ്കിൽ അത് മുടക്കായിരുന്നു, അതിനാണോ നിങ്ങൾ ഇത് ചോദിക്കുന്നത് എന്ന് നവ്യ ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവന് എന്തിൻ്റെ കുറവുണ്ടായിരുന്നു ഈ കള്ളക്കടത്ത് നടത്തേണ്ടത്, അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ജയിലിൽ പോയത് എന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും നവ്യ അങ്ങ് സഡ്ഡുകുടഞ്ഞ് എഴുന്നേക്കുന്നു. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനേ, നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ അത്രയൊന്നും അഭി ചെയ്തിട്ടില്ല, എന്നിട്ടും നിങ്ങൾ ഈ വീട്ടുകാരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീടിൻ്റെ ചോര ആയതുകൊണ്ടാണ് എന്ന് പറയും. അതുപോലെ നയനോടും കുറേ പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, എടി നീ നിൻ്റെ അനിയത്തി വിളിച്ച് പറ അഭി പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന്, അന്നേരം അവൾക്ക് അടുത്ത കേസ് ചാർജ് ചെയ്യാലോ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ പറയാനാണെങ്കിൽ ഇവൻ കുറേ കാലം ജയിലിൽ തന്നെ കിടക്കും, പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന്. അന്നേരം നീ എന്താ കൂടുതൽ പേടിപ്പിക്കുവാണോ, നിൻ്റെ ഭർത്താവ് ഈ കുടുംബത്തിലെ ചോരയാണ് എന്ന് നിനക്കറിയാം, അതുകൊണ്ട് തന്നെ അയാൾ ചെയ്ത തെറ്റെല്ലാം മറന്ന് നീ അയാളുടെ കൂടെ നിൽക്കുന്നു, അഭി പുറംപോക്കല്ലേ, അതുകൊണ്ട് ഞാനും എൻ്റെ കൊച്ചുമൊക്കെ പുറംപോക്കാണ്, അത് നിൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നവ്യ കുറേ അങ്ങ് പറയും. ഇത് കേട്ടിട്ട് നയന മിണ്ടാതെ ഇങ്ങനെ കേട്ട് നിൽക്കുക കേട്ടോ. നമുക്കങ്ങ് ഇരച്ച് കയറും. എന്നിട്ട് നയനയ്ക്ക്
പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നിർത്തുവാണ്, ഏതായാലും നിൻ്റെ ഭർത്താവിൻ്റെ മുകളിൽ തന്നെയാണ് എൻ്റെ അഭി, അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണോടാ എന്ന് ചോദിക്കുവാണ് നയന അഭിയോട്. അന്നേരം നീ എന്താടി നിൻ്റെ അനിയത്തിയെ പോലെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് എൻ്റെ അഭിയെ എന്ന് ചോദിക്കുന്നു. എന്തൊക്കെയാ അഭി, വേണ്ട നവ്യ, ഞാൻ വന്നതേ അല്ലേ ഉള്ളൂ, ഒരു വഴക്കിനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങ് കൂട്ടിക്കൊണ്ട് പോവാണ്. പോയി കഴിയുമ്പോഴേക്കും നയനയുടെ മാസ് ഡയലോഗ്, എപ്പോഴും പറയുന്ന മാസ് ഡയലോഗ് വരുന്നു. നയന പറയുവാണ്, അതെ എനിക്കിതെല്ലാം കേൾക്കുമ്പം ദേഷ്യം വരുന്നുണ്ട്, ഇനിയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞു പോകും, ചേച്ചിയാണെന്നൊന്നും ഞാൻ ഓർക്കില്ല എന്ന്. അന്നേരം ആദർശ് ഈ സെയിം ഡയലോഗ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആദർശ് പറയുവാണ്, അതെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ദോഷം, അവന് കുഴപ്പമൊന്നുമില്ല, അവൻ അത് സന്തോഷമായിട്ട് വേണേൽ കരുതുമായിരിക്കും, നിൻ്റെ ചേച്ചിക്കും പ്രശ്നം വരും, അതുകൊണ്ട് നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അന്നേരം വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ നയനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.